ഹലോ എവരി വൺ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് ടാലി ആണ്. അക്കൗണ്ടിങ് വിത്ത് ടാലി. അപ്പോൾ ടാലി ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഈ അക്കൗണ്ടിങ് വർക്ക് ചെയ്യാൻ പറ്റുന്നത്, എന്താണ് ഈ ടാലി കൊണ്ടുള്ള മെച്ചങ്ങൾ എന്നുള്ള കാര്യമാണ്. ടാലി ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് സിമ്പിൾ ആൻഡ് കംപ്ലീറ്റ് ബിസിനസ് അക്കൗണ്ടിങ് സൊല്യൂഷൻസ് അവൈലബിൾ ഇൻ ദ വേൾഡ്. ടാലി ഒരുപാട് സോഫ്റ്റ്വെയർ ഉണ്ട്, ഒരുപാട് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ഇന്ന് ലോകത്ത് അവൈലബിൾ ആണ്. അതിൽ മോസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ളതും അതുപോലെ കംപ്ലീറ്റ് ബിസിനസ് അക്കൗണ്ടിങ് സൊല്യൂഷൻ ഒക്കെ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ടാലി. ദിസ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ വാസ് ഡെവലപ്ഡ് ബൈ ടാലി സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്. ടാലി സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ് ഈ ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ടാലി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ടാലി സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ഓക്കെ, സോ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദിസ് കംപ്ലീറ്റ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ വി ക്യാൻ ക്രിയേറ്റ് അക്കൗണ്ട്സ്, പ്രിപ്പയർ വൗച്ചേഴ്സ്, കീപ് ഇൻവെന്ററി ഇൻഫർമേഷൻ ആൻഡ് പ്രൊഡ്യൂസ് വേരിയസ് ടൈപ്പ് ഓഫ് റിപ്പോർട്ട്സ്. അപ്പൊ ഈ ടാലി എന്ന് പറയുമ്പോൾ തന്നെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ആണ്. ഈ സോഫ്റ്റ്വെയറിന്റെ സഹായത്തോട് കൂടി നമുക്ക് അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ വൗച്ചർ പ്രിപ്പയർ ചെയ്യാനും അതുപോലെ ഇൻവെന്ററി ഇൻഫർമേഷൻസ് സൂക്ഷിക്കാനും അതുപോലെ പലതരത്തിലുള്ള ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ റിപ്പോർട്ടുകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോ ഇതൊരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ആണ്. കാരണം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, വൗച്ചർ പ്രിപ്പയർ ചെയ്യാൻ പറ്റും, അതുപോലെ ഇൻവെന്ററി ഇൻഫർമേഷൻസ് കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതുപോലെ പലതരത്തിലുള്ള റിപ്പോർട്ട് പ്രൊഡ്യൂസ് ചെയ്യാനൊക്കെ പറ്റും. ഇറ്റ് ഈസ് ഓൾസോ പോസിബിൾ ടു എക്സ്ട്രാക്ട് ട്രയൽ ബാലൻസ് ആൻഡ് പ്രൊഡ്യൂസ് വേരിയസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് സച്ച് ആസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഫണ്ട് ആൻഡ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ബാലൻസ് ഷീറ്റ്. അപ്പോ നമുക്ക് ട്രയൽ ബാലൻസ് അതുപോലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആയുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഫണ്ട് ഫ്ലോ, അതുപോലെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, ബാലൻസ് ഷീറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ ഈ ടാലി കൊണ്ട് പറ്റുന്നതാണ്. Tally maintains all books of accounts starting from record of vouchers, ledgers, etc. Tally handle different type of vouchers like payment, receipt, adjustment entries like journals, debit note, credit notes, sales, purchase, receipt notes, delivery notes, etc. അപ്പോൾ ഈ ടാലിന്റെ സഹായത്തോടു കൂടി എല്ലാ ബുക്കും എന്ത് ചെയ്യാൻ പറ്റും, മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതായത് നമ്മള് വൗച്ചർ റെക്കോർഡ് ചെയ്യുന്നത് മുതൽ ലെഡ്ജേഴ്സ് അങ്ങനെ പോയിട്ട് എല്ലാ പേയ്മെന്റ് വൗച്ചേഴ്സ് ആയാലും റെസിപ്റ്റ് വൗച്ചേഴ്സ് ആയാലും എല്ലാ വൗച്ചേഴ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ നമുക്ക് ഫൈനൽ റിപ്പോർട്ട് കിട്ടാനൊക്കെ ഈ ടാലി കൊണ്ട് നമുക്ക് പറ്റുന്നതാണ്. അപ്പൊ പലതരത്തിലുള്ള റിപ്പോർട്ടൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ വൗച്ചേഴ്സ് കാര്യങ്ങൾ നമ്മൾ മുന്നേ പറഞ്ഞതാണ്. അത്തരത്തിലുള്ള വൗച്ചേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഡാറ്റകൾ എൻ്റർ ചെയ്യാനൊക്കെ പറ്റും. ടാലി ഫോളോസ് ദ ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്. ടാലി ഫോളോ ചെയ്യുന്നത് ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ആണ്. ആൻഡ് ഹെൻസ് ഇറ്റ് വിൽ അവോയ്ഡ് എനി പോസിബിൾ എറേഴ്സ്. അതുകൊണ്ട് തന്നെ എന്താണ്, ഇപ്പോ എന്തെങ്കിലും എറേഴ്സ് വരാനുള്ള പോസിബിലിറ്റി അത് അവോയ്ഡ് ചെയ്യും. അപ്പോൾ ടാലി ഫോളോ ചെയ്യുന്നത് എന്താണ്, ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ആണ്. അതുകൊണ്ട് ഒരുവിധ പോസിബിൾ ആയുള്ള എറേഴ്സ് ഒക്കെ മാറ്റി നിർത്താൻ ഈ ടാലി കൊണ്ട് പറ്റുന്നതാണ്, ടാലി എന്ന സോഫ്റ്റ്വെയർ കൊണ്ട് പറ്റുന്നതാണ്. ഓക്കെ, ഇനി നോക്കാനുള്ളത് ഫീച്ചേഴ്സ് ഓഫ് ടാലി ആണ്. ടാലിന്റെ ഫീച്ചേഴ്സ് ആണ്. ഒന്ന്, സിംപ്ലിസിറ്റി. വളരെയധികം സിമ്പിൾ ആണ് ടാലി. കാരണം സാധാരണയായിട്ട് ആർക്കെങ്കിലും ഒരു ബേസിക് ആയിട്ടുള്ള നോളജ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, അക്കൗണ്ടിൽ ബേസിക് ആയിട്ടുള്ള നോളജ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആവറേജ് ഇംഗ്ലീഷ് അറിയുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ടാലി ഉപയോഗിക്കാൻ പറ്റും. അത്രയും സിമ്പിൾ ആണ്. അപ്പോ അത്യാവശ്യം എന്താണ്, അക്കൗണ്ട്സിൽ കുറച്ച് അറിവുണ്ടെങ്കിൽ അതുപോലെ ആവറേജ് ഇംഗ്ലീഷ് അറിയുന്നുണ്ടെങ്കിലൊക്കെ എന്താണ്, അവർക്കൊക്കെ ടാലി സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ പെട്ടെന്ന് അതിന്റെ കോൺഫിഗറേഷൻസും അതുപോലെ എങ്ങനെ യൂസ് ചെയ്യുന്ന കാര്യം ആർക്കും സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ ഇത് ശരിക്കും നമ്മൾ സാധാരണ ചെയ്യുന്ന അക്കൗണ്ടിങ്, ആ അക്കൗണ്ടിങ് ഒക്കെ എന്താണ് നേരെ കമ്പ്യൂട്ടറിൽ ചെയ്യാന്നുള്ളത് മാത്രമാണ് ഈ ഒരു ടാലിയിൽ ഉള്ളത്. ഓക്കെ, അപ്പോ വളരെയധികം സിംപ്ലിസിറ്റി ആണ്. അടുത്ത സ്പീഡാണ്. വളരെയധികം സ്പീഡാണ്. കാരണം നമുക്ക് റിപ്പോർട്ട് വേണം. അതായത് രണ്ട് ഡേറ്റ് അടിച്ചു കൊടുത്താൽ ആ ഡേറ്റിന്റെ അടിയിലുള്ള റിപ്പോർട്ട് എന്ത് ചെയ്യും, പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ എന്ത് ഉണ്ടാവും, നമുക്ക് റിപ്പോർട്ട് കിട്ടും. അപ്പോ റിപ്പോർട്ടൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഓരോ വൗച്ചർ എടുത്തുകൊണ്ട് ഓരോ എൻട്രീസ് കൊടുത്താൽ മതി, ഉടനെ തന്നെ എന്തുണ്ടാവും, അതായത് ബുക്കിൽ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ട് ബാലൻസ് ഷീറ്റ് കാര്യങ്ങളൊക്കെ തയ്യാറാകും. ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യും, എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്ത് പോകും. അപ്പൊ വളരെയധികം സ്പീഡാണ്. നമുക്ക് പെട്ടെന്ന് റിപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് കിട്ടും, റിപ്പോർട്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അടുത്ത പവർ ആണ്.
അതുപോലെ പവർഫുൾ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ടാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. കാരണം ഈ ടാലി MIS ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ടാലി അത്തരത്തിലുള്ള ഇൻഫർമേഷൻസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോ മാനേജ്മെന്റിന് ഡിസിഷൻസ് എടുക്കുന്നത് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഇൻഫർമേഷന്റെ ബേസിലായിരിക്കും. അപ്പൊ ഒരു ഡിസിഷൻ മേക്കിങ്ങിനുള്ള ഇൻഫർമേഷൻ കൊടുക്കുക എന്ന് പറയുമ്പോൾ എന്താണ്, അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്, ആയതുകൊണ്ടാണ് അങ്ങനെ ഇൻഫർമേഷൻ കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ വളരെയധികം പവർഫുൾ ഉള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ടാലി. അപ്പോൾ മാനേജ്മെന്റിന് വേണ്ട രീതിയിലുള്ള ഇൻഫർമേഷൻസ് കൊടുക്കുന്നു. എത്ര ഇൻവെന്ററി സ്റ്റോക്ക് ഉണ്ട്, അല്ലെങ്കിൽ ഏത് ഐറ്റാണ് മൂവ്മെന്റ് ആയിട്ട് പോകുന്നത്, അതായത് സെയിൽസ് എത്ര നടക്കുന്നുണ്ട്, എത്ര പർച്ചേസ് നടക്കുന്നുണ്ട്, എന്ത് കാര്യവുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസും ടാലിയുടെ സഹായത്തോടു കൂടി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അത് നോക്കിയിട്ട് മാനേജ്മെന്റിന് ആ ഒരു ഏരിയയിൽ കറക്റ്റ് ആയിട്ടുള്ള ആക്യുറേറ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ സ്ഥാപനത്തിന്റെ മോസ്റ്റ് ഡിസിഷൻസും ബേസ് ചെയ്യുന്നത് അക്കൗണ്ടിങ് പാക്കേജിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. അപ്പൊ ടാലിന്റെ ബേസിലൊക്കെ പല സ്ഥാപനങ്ങളും ഡിസിഷൻസ് എടുക്കും. ടാലി പ്രൊഡ്യൂസ് ചെയ്യുന്ന റിപ്പോർട്ടിന്റെ ബേസിലായിരിക്കും പല സ്ഥാപനങ്ങളും ഡിസിഷൻസ് എടുക്കുക. അങ്ങനെ ഡിസിഷൻ എടുക്കുന്നത് കൊണ്ട് ടാലി എന്താണ്, ഒരു പവർഫുൾ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ്. അടുത്തതാണ് ഫ്ലെക്സിബിലിറ്റി. അതുപോലെ ടാലി ഈസ് വെരി ഫ്ലെക്സിബിൾ ടു യൂസ്. വളരെയധികം ഫ്ലെക്സിബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ടാലി. എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഓപ്ഷനിൽ പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ആൾട്ടർ വരുത്താനൊക്കെ ഉള്ള ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വളരെയധികം ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ടാലി. നോ കോഡ്സ്, അതുപോലെ കോഡ്സ് ഒന്നും ഇല്ല. അതായത് പ്രത്യേകിച്ച് കോഡ്സ് കാര്യങ്ങളും ടാലിയിലില്ല. ചില അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ കോഡ്സ് കൊടുത്തു കഴിഞ്ഞാലാണ് ചില ഐറ്റംസുകളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള കോഡ്സ് കാര്യങ്ങളൊന്നും ടാലിയിൽ യൂസ് ചെയ്യുന്നില്ല. അടുത്താണ് റിയൽ ടൈം. ടാലി റിയൽ ടൈം ആണ്. അതായത് എല്ലാതും എന്തുണ്ടാവും, അപ്ഡേറ്റ് ചെയ്ത് പോകും. ജസ്റ്റ് ഒരു എൻട്രി കൊടുത്തു കഴിഞ്ഞാൽ എന്തുണ്ടാവും, അത് ഡേ ബുക്ക് കാണിക്കും. അതുപോലെ അത് ട്രയൽ ബാലൻസ് ക്രിയേറ്റ് ചെയ്യും, ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യും, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യും, ഫണ്ട് ഫ്ലോ ക്രിയേറ്റ് ചെയ്യും, ക്യാഷ് ഫ്ലോ ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ എല്ലാം എന്താണ്, റിയൽ ടൈം ആയിട്ട് തന്നെ എന്തുണ്ടാവും, ഒക്കെ അപ്ഡേറ്റ് ചെയ്ത് പോകും. അടുത്താണ് ഓൺലൈൻ ഹെൽപ്പ്. അതുപോലെ ടാലി എന്താണ്, ഒരു യൂസർ ഫ്രണ്ട്ലി ഓൺലൈൻ ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ആർക്കും പ്രത്യേക ട്രെയിനിങ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ കൂടി ടാലി എന്തുണ്ട്, ഓൺലൈൻ വഴി എല്ലാവിധ സഹായങ്ങളും കാര്യങ്ങളും ടാലി വഴി നമുക്ക് കിട്ടും. അപ്പോ ഇതൊക്കെയാണ് ഇതിന്റെ ഫീച്ചേഴ്സ്. അപ്പോ എന്തൊക്കെയായിരുന്നു ടാലിന്റെ ഫീച്ചേഴ്സ്? 1 സിംപ്ലിസിറ്റി, 2 സ്പീഡ്, 3 പവർ, 4 ഫ്ലെക്സിബിലിറ്റി, 4 നോ കോഡ്സ്, 6 റിയൽ ടൈം, 7 ഓൺലൈൻ ഹെൽപ്പ്. അപ്പോൾ സിംപ്ലിസിറ്റി, സ്പീഡ്, പവർ, ഫ്ലെക്സിബിലിറ്റി, നോ കോഡ്സ്, റിയൽ ടൈം, ഓൺലൈൻ ഹെൽപ്പ്. അപ്പോ ടാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ലോകത്ത് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ളതും അതുപോലെ പവർഫുൾ ആയിട്ടുള്ള ഒരു കംപ്ലീറ്റ് ബിസിനസ് അക്കൗണ്ടിങ് സൊല്യൂഷൻ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് ടാലി. ടാലി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനും വൗച്ചർ പ്രിപ്പയർ ചെയ്യാനും അതുപോലെ ഇൻവെന്ററി ഇൻഫർമേഷൻസ് സൂക്ഷിക്കാനും അതുപോലെ പലതരത്തിലുള്ള റിപ്പോർട്ട് പ്രൊഡ്യൂസ് ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ, അത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ടാലി സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. ഓക്കെ, അതുപോലെ ഈ ടാലി ഫോളോ ചെയ്യുന്നത് ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു പരിധി വരെ പറ്റുന്ന പോസിബിൾ ആയ എറേഴ്സ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ് ഉള്ളത്.